യേശു കർത്താവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പ്രധാനിയായിരുന്നു. ഒന്നാമൻ എന്ന് വിളിക്കത്തക്കവണ്ണം ദൈവം അവന്റെ സ്വഭാവത്തെ വ്യത്യാസപ്പെടുത്തി. അവന് രൂപാന്തരമുണ്ടായി. അവനെ കണ്ടാൽ ക്രിസ്തുവിന്റെ അനുയായിയാണ് എന്ന് നാട്ടുകാർ പറയും. സ്തോത്രം. കർത്താവിനോട് കൂടെ നടന്നാൽ വ്യക്തിത്വങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകണം. യേശുവിനോട് കൂടെ ഒരുവനായിരുന്നാൽ അവന് വ്യത്യാസം ഉണ്ടായേ തീരും. അവനുണ്ടാകും. പ്രൈസ് ഗോഡ്. ആമേൻ. നല്ലൊരു പ്രകാശത്തിലേക്ക് നാം നിന്നാൽ നമ്മുടെ വസ്ത്രത്തിന്റെ അവസ്ഥയെക്കുറിച്ചും നമ്മുടെ അവസ്ഥയെക്കുറിച്ചും ബോധവാന്മാരായി നാം തീരുന്നു. ദൈവം വെളിച്ചമാണ്. യേശു പറഞ്ഞു, ഞാൻ വെളിച്ചമാണ്. സ്തോത്രം. ആ വെളിച്ചത്തിന്റെ അടുക്കലേക്ക് നാം മാറി നിന്നാൽ സംഭവിക്കുന്നത്, ആ പ്രകാശം നിമിത്തം നമ്മെ തന്നെ റിയലൈസ് ചെയ്യാൻ, തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, ഈ പ്രകാശം നമ്മെ കൂടെ തെളിവാക്കുന്ന, പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ്. ലോകത്തിലെ പ്രകാശം കാണാനേ കഴിയൂ. എന്നാൽ ഈ പ്രകാശത്തിന്റെ പ്രത്യേകത, ഇത് നമ്മുടെ മേൽ വ്യാപരിക്കുകയും നമ്മുടെ സ്വഭാവത്തെ വരെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് പ്രശ്നമല്ലായിരുന്നു എങ്കിൽ യേശുവിലേക്ക് വന്നു കഴിയുമ്പോൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്, നാം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ദൈവത്തിലേക്ക് നാം വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നതാണ്, നമുക്ക് പാപബോധം ഉണ്ടായിട്ട്, നമുക്ക് രൂപാന്തരം ഉണ്ടായിട്ട്, ഇനിയും അത് സാധ്യമല്ല, അത് ചെയ്യുവാൻ എനിക്ക് കഴിയയില്ല, എന്റെ ദൈവം എന്നിൽ പ്രകാശിച്ചേ പറ്റൂ എന്നൊരു നിർബന്ധ ബുദ്ധി എന്റെ കർത്താവിന്റെ മനസ്സാക്ഷിയിന്മേൽ ഇടുകയാണ്. അവൻ ജയിച്ചു വരുന്ന ഒരു പ്രത്യേകതയാണ് കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അവന്റെ പ്രകാശം നമ്മുടെ വ്യാപരിക്കുന്നത് കൊണ്ട് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. പത്രോസ് യേശുവിന്റെ കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ അവന് വലിയ വ്യത്യാസമുണ്ടായി. അവന് പഴയ സംസാരങ്ങൾ അവൻ മാറ്റുവാനിടയായി. അത് മാറ്റണമെന്ന് വിചാരിച്ചിട്ടല്ല, അറിയാതെ അവനിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്നത് പോലെ നീങ്ങിപ്പോയി. യേശുവിനെ ശരിയായി കണ്ടു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ അത് വ്യത്യാസം ഉണ്ടായിരുന്നതാണ്. പത്രോസിനോട് യേശു കർത്താവ് നിന്നുകൊണ്ട് ചില പ്രത്യേക രഹസ്യ കാര്യങ്ങൾ തുറന്നു പറയുന്നു. വായിക്കാം 16 മുതലുള്ള വാക്യങ്ങൾ. 16 മുതലുള്ള വാക്യം. നാം ഇതും ചിന്തിച്ചിട്ടുള്ളതാണ്. യേശു കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? അത് നമുക്കറിയാം. ഉടനെ ഒത്തിരി ലിസ്റ്റൊക്കെ പറഞ്ഞെങ്കിലും പത്രോസ് പറഞ്ഞൊരു കാര്യം, ജീവനുള്ള ഹല്ലേലൂയ, ദൈവത്തിന് ജീവനുണ്ടോ? അത് യഹൂദന്മാർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ. ഇവരെന്തിനാ അത് പ്രത്യേകം പറഞ്ഞേ? ആ ജീവൻ എന്നെ സ്പർശിച്ചു. പാപത്തിന്റെ സ്മെല്ല് അടിച്ച് പാപത്തിനകത്ത് കിടന്ന് ചേറ്റിനകത്ത് കുഴഞ്ഞ ചേറ്റിനകത്ത് കിടന്ന എന്നെ ആ ജീവന സ്പർശനം വന്നു കഴിഞ്ഞപ്പോൾ ജീവൻ എന്താണ്, മരണം എന്താണ്, സ്വർഗ്ഗം എന്താണ്, നരകം എന്താണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. കർത്താവിന്റെ ലിവിംഗ് ബൈബിൾ സ്കൂൾ, മൊബൈൽ ബൈബിൾ സ്കൂൾ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിൾ സ്കൂളിൽ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഇന്നു മകൻ ഞാൻ ആ വചനഭാഗം വായിച്ചത്. കർത്താവ് പഠിപ്പിച്ച ഒത്തിരി ഭാഗങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ജീവനെ കുറിച്ച്, മരണത്തെ കുറിച്ച്, നിത്യജീവനെ കുറിച്ച്, നിത്യനാശത്തെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച്, നിത്യമായ നരകത്തെ കുറിച്ച് ഇതെല്ലാം കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന് കാര്യം മനസ്സിലായി, എന്റെ ജീവനെ പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരുവൻ എന്റെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ നാളിൽ ഒരു തത്വശാസ്ത്രത്തിന് പിടിപ്പിക്കാൻ കഴിയാതിരുന്ന ഒരുവനാണ് എന്നെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊരു അഭിപ്രായത്തിനെ കുറിച്ച് പോരാ, എനിക്കൊരു വെളിപ്പാടിനെ കുറിച്ച് പറയാനുണ്ട്. യേശുവിനോട് തിരിച്ചും അവൻ പ്രതികരിക്കുന്ന, ശരിയായി പ്രതികരിക്കുന്ന ഒരുവന് മാത്രമേ അടുത്ത പോയിന്റിലോട്ട് കയറാൻ പറ്റുള്ളൂ. എന്തായാലും സമ്മതിക്കുന്നുണ്ട്. പ്രസംഗം കേട്ടതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് കയറില്ല. നല്ല അഭിപ്രായങ്ങൾ കേട്ടത് കൊണ്ടല്ല. ദൈവത്തിനെ നാം വളരുന്നത് എങ്ങനെയാണെന്നറിയാമോ? കർത്താവ് പറഞ്ഞതിനെ നാം ശരിയായി പ്രതികരിക്കുമ്പോഴാണ് അതിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുന്നത്. ഒരു ചാൻസ് കർത്താവ് കൊടുക്കുക എല്ലാവർക്കും. അതിൽ പത്രോസ് വിജയിക്കുക. എന്താ പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുപുത്രൻ.
ക്രിസ്തു എന്ന പദത്തിന്റെ അർത്ഥം എത്ര പേർക്ക് പറയാൻ കഴിയും? ക്രിസ്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? ക്രിസ്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? എത്ര പേർക്ക് അതിന്റെ ആൻസർ അറിയാം? പ്ലീസ്. ക്രിസ്തു എന്റെ പാദത്തിന്റെ അർത്ഥം എത്ര പേർക്ക് പറയാൻ കഴിയും? ഞാൻ ചോദിക്കുന്നില്ല, അറിയാവുന്നൊരു മാത്രം കയ്യിൽ കേട്ടത്. ഈ വാസന്മാർ ഇവിടെ കിടന്ന് ചവിട്ടി പൊളിച്ച് ഇതെല്ലാം പറഞ്ഞു വെറുതെയായി. ക്രിസ്തു, ക്രിസ്റ്റോസ് എന്ന ഗ്രീക്ക് പദം. ക്രിസ്തു എന്ന പദത്തിന്റെ അർത്ഥം ദി അനോയിന്റഡ് വൺ, അഭിഷിക്തൻ. അതിന്റെ ഹീബ്രു പദം മശീഹ. ഇനി നിൽക്കുന്നത് ഹൃദയത്തിലോ കയ്യിലോ പേന കൊണ്ട് പേപ്പറിലോ എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വയ്ക്കണം. ക്രിസ്തു. ഈ ഭാഗം വായിക്കുമ്പോൾ നാം അവിടെ നിൽക്കുന്നതായിട്ട് മനസ്സിൽ തോന്നുന്നുണ്ടോ? എന്റെ യേശു കർത്താവിന്റെ അടുക്കൽ നിൽക്കുക. ഇന്ന് പകരം കർത്താവിനോട് ശരിയായിട്ടൊന്നും പ്രതികരിക്കാതെ പോകരുത്, ശരിയായിട്ടൊരു വാക്ക് പറയാതെ പോകരുത്. സ്തോത്രം. വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടുപാടി കൂട്ടുകൂടി പോകാൻ വേണ്ടി അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു സ്വർഗീയ വെളിപ്പാട് യേശുവിനെ കുറിച്ച് ശരിയായി മനസ്സിലാക്കിയാൽ അവൻ ആരെല്ലാം മാറിപ്പോയാലും കർത്താവിനെ വിട്ടുപോകുവാൻ ഇടയാകത്തില്ല. പിന്മാറുമോ പിന്മാറുമോ കർത്തനെ വിട്ടു ഞാൻ, പിന്മാറുമോ 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 കർത്തനെ വിട്ടു ഞാൻ, പിന്മാറുമോ ആഴങ്ങൾക്കോ ഉയരങ്ങൾക്കോ പ്രിയനിൽ നകറ്റുവാൻ സാധ്യമല്ല. ആഴങ്ങൾക്കോ ഉയരങ്ങൾക്കോ പ്രിയനിൽ നകറ്റുവാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ മാറിപ്പോകുന്ന ദിവസങ്ങൾ മുമ്പിൽ വരികയാണ്. ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് പറയുന്ന ദിവസങ്ങൾ മുന്നിൽ വരികയാണ്. പക്ഷെ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ വിട്ട് ഒരിക്കലും പോകത്തില്ല. സ്തോത്രം. നീ എന്നെ വിട്ടു പോകുമോ? സ്തോത്രം. അവസാനത്തെ തുള്ളി രക്തം വരെ യേശു കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി തന്നത് അവൻ അല്പസുഖം ഭൂമിയിൽ തരാൻ വേണ്ടിയല്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവൻ ഒരു ഫോൺ പോലെ, സ്തോത്രം, അതല്ലെങ്കിൽ ഒരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു മെഷീൻ പോലെ ഞാനിവിടെ ആരംഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യന്ത്രമല്ല യേശു. നിന്റെ ഹൃദയത്തിന്റെ എന്റെ ഹൃദയത്തിന്റെ ഉൾഭൂതങ്ങളെ ആരായുന്ന അഗ്നികളിക്കുന്ന കണ്ണുകളുള്ളവന്റെ അടുക്കലാണ് നാം വന്നിരിക്കുന്നത്. അവന് നമ്മോട് കാര്യമുണ്ട്, നമുക്ക് അവരോടാകുന്നു കാര്യമുള്ളത്. അവൻ ചേർന്ന് നമുക്കൊന്ന് പാടാൻ കഴിയുമോ? പിന്മാറുമോ പിന്മാറുമോ കർത്തനെ വിട്ടു ഞാൻ, പിന്മാറുമോ 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 കർത്തനെ വിട്ടു ഞാൻ, പിന്മാറുമോ ആഴങ്ങൾക്കോ ഉയരങ്ങൾക്കോ പ്രിയനിൽ നകറ്റുവാൻ സാധ്യമല്ല. ആഴങ്ങൾക്കോ ഉയരങ്ങൾക്കോ പ്രിയനിൽ നകറ്റുവാൻ സാധ്യമല്ല. പൗലോസ് പറയുന്നതാണ്, ആഴങ്ങളാകട്ടെ ഉയരങ്ങളാകട്ടെ ഇപ്പോഴുള്ളതാകട്ടെ വരുമാനങ്ങളാകട്ടെ സ്വതന്ത്രദൂതന്മാരാകട്ടെ ഒന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ നിങ്ങളെ കഴിയത്തില്ല. കാരണം ഞാൻ വെളിപ്പാട് പ്രാപിച്ചിരിക്കുന്നു, അവൻ എന്റെ നാഥനാണ്. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ വാഗ്ദാനം പറഞ്ഞവരെ മാറിപ്പോയാലും എനിക്കതൊരു വിഷയമല്ല. എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവർ, കൈ താങ്കൾ തരാമെന്ന് പറഞ്ഞവർ, സ്തോത്രം, ശുശ്രൂഷ തരാമെന്ന് പറഞ്ഞവർ, അവൻ ആരാധിക്കാമെന്ന് പറഞ്ഞ കൂടവൻ വരാമെന്ന് പറഞ്ഞവർ, സ്തോത്രം, അവൻ ഞാൻ നിന്നെ കൊണ്ടുപോകാം, നിങ്ങളുടെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞവർ, ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. കർത്താവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവസാനത്തെ തുള്ളിലേക്ക് തന്നെങ്കിൽ കർത്താവ് ഞാൻ ലോകാവസാനത്തോളം എല്ലാം നാളും നിന്നോട് കൂടെ ഉണ്ട്. അതിന് ശരിയായ ഒരു പ്രതികരണം ചെയ്യാൻ ഇതുവരെ ദൈവസഭയ്ക്ക് വിളിക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക വിഷയത്തിന് മധ്യത്തിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എനിക്ക് തന്ന പാട്ടിന്റെ ഈരടികളാണ് ഞാൻ പാടിയത്. പിന്മാറുമോ പിന്മാറുമോ കർത്തനെ വിട്ടു ഞാൻ, പിന്മാറുമോ 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 കർത്തനെ വിട്ടു ഞാൻ, പിന്മാറുമോ
സാധ്യമല്ല. ആഴങ്ങൾക്കോ ഉയരങ്ങൾക്കോ പ്രിയനിന്നകറ്റുവാൻ സാധ്യമല്ല. പിന്മാറുമോ പിന്മാറുമോ കർത്തനെ വിട്ടു ഞാൻ പിന്മാറുമോ 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 കർത്തനെ വിട്ടു ഞാൻ പിന്മാറുമോ. ആഴങ്ങൾക്കോ ഉയരങ്ങൾക്കോ പ്രിയനിൽ നകറ്റുവാൻ സാധ്യമല്ല. ആഴങ്ങൾക്കോ ഉയരങ്ങൾക്കോ പ്രിയനിൽ നകറ്റുവാൻ സാധ്യമല്ല. സ്തോത്രം. ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് നിന്നാൽ ദൈവത്തിന് ശുശ്രൂഷിക്കേണ്ട സമയം പോകുന്നുണ്ട്. ഞാൻ വേഗത്തിൽ അതിലേക്ക് വീണ്ടും മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് മുമ്പിൽ പത്രോസ് ഒരു കാര്യം തുറന്നു പറയുക. തന്റെ ഹൃദയത്തിനകത്തെ ആ വലിയ വിങ്ങൽ തുറന്നു പറയുക. നീ എൻ്റെ ജീവന്റെ പ്രാർത്ഥന, നിന്നെ വിട്ട് ഞാൻ പോകത്തില്ല, എനിക്ക് മാറുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഉടനെ കർത്താവ് പറയുന്നു, നീ 18-ാമത്തെ വാക്യത്തിലേക്ക് 17-18 വാക്യം വന്നു. സ്തോത്രം. കർത്താവിനെ താക്കോൽ കൊടുത്തു, സ്വർഗ്ഗരാജ്യത്തിന് താക്കോലൊക്കെ നൽകി. ഇനി 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ പ്രസക്തമായ ഭാഗം വരുന്നത്. എന്താണ്? നീ പത്രോസാകുന്നു. You are Peter. Stotram. Thou art Peter, and upon this rock I will build my church, and the gates of the Hades cannot prevail against you. Stotram. Amen. ദൈവജനത്തിന് എതിരായി എക്കാലവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നരകത്തിന്റെ വാതിലിനെ ഒരു നിമിഷം പരിചയപ്പെടാതെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകരുത്. അതും അപകടമാണ്. പിശാചിനെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. യേശുവിനെ കുറിച്ച് പറയുന്നത് പോലെ പിശാചിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. നാം ചിന്തിക്കേണ്ട കാര്യം, നാം ഒരു എതിരാളിയെ ശരിയായി പരിചയപ്പെട്ടിട്ട് വേണം മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ. നാഥനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ചിലർ എതിരാളികളായി തീരും. യേശുവിന് നാം ഹൃദയം കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചിലർ നമുക്ക് എതിരാളിയായി തീരും. അതിൽ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വീണുപോയ അരുണോദയപുത്രൻ. വായിക്കാം യെശയ്യാപ്രവചനം 14-ാം അധ്യായം 12-ാമത്തെ വാക്യം. യെശയ്യാപ്രവചനം 14:12. അരുണോദയപുത്രനായി മോർണിംഗ് സ്റ്റാർ എന്നവരെ വിളിച്ചിരിക്കുക. മോർണിംഗ് സ്റ്റാർ. സ്തോത്രം. മോർണിംഗ് സ്റ്റാർ. എന്നും പ്രഭാതം പോലെ നക്ഷത്രം പോലെ ശോഭിച്ചുകൊണ്ടിരുന്ന, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന, അത്യുന്നതന്റെ മഹത്വം കണ്ട് ആരാധിച്ചുകൊണ്ടിരുന്ന ഇതാ ലൂസിഫർ എന്ന് പറയുന്ന ദൂതനം അവനെ വിങ്ങും. അത് തകർന്ന് താഴേക്ക് വീഴാൻ കാരണം അവൻ പാപം ചെയ്തുകൊണ്ട് ദൈവനെ വെട്ടിക്കളഞ്ഞു. അവന്റെ സ്ഥാനം വിട്ടവൻ താഴേക്ക് വീഴുമ്പോൾ അവന്റെ പേര് പിന്നെ ദൂതനെന്നല്ല പിശാചെന്ന് മാറുകയാണ്. ഈ വലിയ എതിരാളി യേശുവിന്റെ പ്രവൃത്തികൾക്കെതിരാണ്. ദൈവം ഒരു വ്യക്തികളെ കേട്ടടിക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് ഞാൻ വീണ്ടും കെട്ടിടുമെന്ന. അവൻ ദൈവം ഒരു ദേശത്ത് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് വീണ്ടും അവൻ ബന്ധിക്കുമെന്ന്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് അവൻ ഒരു വ്യക്തിയുടെ ഭവനത്തിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, ആ വീട്ടിലെ പ്രിയപ്പെട്ടവൻ പിന്നീട് പറയേണ്ടിയിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വയറ്റിനകത്തുനിന്ന് എന്തോ ഒന്ന് പൊക്കി വരുന്ന പോലെ എനിക്ക് ഓക്കാനം വരുന്നത് തോന്നുന്നു, എനിക്ക് ശബ്ദിക്കാൻ തോന്നുന്നു, എന്റെ വയറ്റിനകത്ത് പ്രശ്നമുണ്ട്. അങ്ങനെ ദൈവാത്മാവ് വന്നെന്ന് പറഞ്ഞത് അങ്ങനെ വയറ്റിനകത്ത് ഒരു കെട്ടുണ്ട്. അത് ദൈവവചനം ചെല്ലുമ്പോൾ നേടാക്കി വരികയാണ്. അങ്ങനെ പിശാചിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ദൈവത്തിനോട് യുദ്ധം ചെയ്യാൻ പിശാചിന് കഴിയത്തില്ല. അവനെ ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ നിന്റെ എതിരാളിയെ നീ മനസ്സിലാക്കി അതിനോട് യുദ്ധം ചെയ്യാൻ യേശുവിന്റെ ആത്മാവിനെ നിറഞ്ഞു പറ്റത്തുള്ളൂ. നിങ്ങൾ പിടിച്ചു കൊണ്ടുപോയി പഴയ സ്വഭാവത്തിനകത്തിനെ മുക്കാൻ, പഴയ മദ്യപാനത്തിനകത്തിനെ മുക്കാൻ, പഴയ വ്യഭിചാരത്തിനകത്തിനെ മുക്കാൻ, പഴയ ആഭിചാര ബന്ധത്തിനെ മുക്കാൻ ദുഃഖം ആഗ്രഹിക്കുമ്പോൾ യേശു പറയുന്നു, ഞാൻ നിന്നെ ദൂരം വിടുകയാണ്. ഇന്ന് മുതൽ യേശുവിന്റെ നാമത്തിൽ പഴയ സ്വഭാവത്തിലേക്ക് എന്തിനോർക്കത്തക്കവണ്ണം പുറകോട്ട് വലിക്കുന്ന ആ ദുസ്വഭാവത്തിന്റെ ആത്മാവിനെ ഇന്ന് മുതൽ ഞങ്ങൾ ശാസിക്കുകയാണ്.
ആ നിരാശയുടെ ചിന്തയിലേക്ക് ഇതാ ദൈവം അവനെ വെട്ടിക്കളഞ്ഞു. നോക്കുക, വീണ്ടും ഈ ശത്രു ഒരു ദൈവത്തിന്റെ ശത്രുവാണെന്ന് നോക്കാം. അതെ, 2 കൊരിന്ത്യർ 11 അധ്യായം 14 വാക്യം. 2 കൊരിന്ത്യർ 11:14. അവന്റെ ശുശ്രൂഷക്കാർ അവന്റെ അതുപോലെ തന്നെ വേഷം ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വെളിച്ചദൂതൻ ഏതാണ്? വെളിച്ചദൂതൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ചില ആൾക്കാരോട് ഞാൻ ചോദിക്കാറുണ്ട്, വെളിച്ചദൂതൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉടനെ പറയും അത് പുരാത്മാവാണ്. അല്ല, വെളിച്ചം എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തിൽ ഇരുട്ട് ഒട്ടുമില്ലല്ലോ. അവൻ വെളിച്ചത്തിന്റെ ദൈവമാണ്. അവന്റെ ദൂതന്റെ പേര് വെളിച്ച ദൂതൻ എന്നാണ്. അത് ദൈവത്തിന്റെ ദൂതനാണ്. എന്നാൽ ഇവിടെ പ്രശ്നമുണ്ട്. സാധാരണ പരിപാടി 2 കൊമ്പും വാലും തേറ്റയും ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ വന്നിരുന്നെങ്കിൽ ദൈവമക്കൾ ഉടനെ മനസ്സിലായെന്നെ ഒറ്റ ശാസ്ത്രീയമുണ്ട് കൃപയുള്ളവര്, അല്ലെങ്കിൽ ജീവനും കൂടെ ഓടി രക്ഷപ്പെടും. 2 നടക്കും. പക്ഷേ ഇവിടെ സാത്താൻ അങ്ങനെ അല്ല വരാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നാൽ തിരിച്ചറിയും. അതുകൊണ്ട് അവരൊന്നും വേഷം മാറാൻ തീരുമാനിച്ചിരിക്കുക. ഇത് അന്നു മുതൽ ഇന്നു വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നാം പ്രതീക്ഷിക്കാത്ത രീതിയിലാ സാത്താൻ വരുന്നത്. അവന്റെ പരിപാടി എന്ന് ചോദിച്ചാൽ അവൻ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് രൂപാന്തരപ്പെട്ടുകൊണ്ട് വരാൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ വേഷം മാറുന്നവനാ. അവൻ താന്ത്രികമായി വേഷം മാറി നടക്കുന്നവനാ. അവനെ വിവേചിക്കണമെങ്കിൽ ആത്മാവിനെ കണ്ണുകളുണ്ടായിരിക്കണം. അവൻ വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദൂതന്റെ വേഷം ധരിക്കുന്നു. ദൈവത്തിന്റെ ദൂതൻ എന്താ പറയുന്നത്? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. വെരി ഗുഡ്. ദൈവത്തിന്റെ വചനത്തിലെ ചില വാക്യങ്ങളൊക്കെ സാധാരണ പഠിച്ചു വെച്ചിരിക്കുക. ആ വാക്യങ്ങളൊക്കെ അവൻ പറയുമെങ്കിലും പൂർണ്ണമായിട്ട് പറയാൻ കഴിയത്തില്ല. ദൈവജനത്തെ ചഞ്ചലിപ്പിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഭാഗ്യങ്ങൾ പറഞ്ഞ് അവനെ കൃപയിൽ നിന്ന് വീഴിക്കാൻ അവന് ശ്രമിക്കുന്നത്, അതിനെ വിവേചിക്കാനാണ് ദൈവം പറയുന്നത്. ഇന്ന് പകരം അതിനെ വിവേചിക്കണമെങ്കിൽ ആത്മനിറവുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. സൈക്കോളജി പഠിച്ചാലോ മറ്റുള്ള എന്തെങ്കിലും ഒരു ശാസ്ത്രം പഠിച്ചാൽ അവനെ വിവേചിക്കാൻ കഴിയില്ല. രക്തം ചെയ്യും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് വീണ്ടും ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വൃക്ഷത്തിൽ കാട്ടുവള്ളി ചുറ്റിയെന്നിരിക്കട്ടെ. കാട്ടുവള്ളി ചുറ്റി കഴിഞ്ഞാൽ ദൂരെ നോക്കുന്ന ഒരു വ്യക്തി കാണുന്നത് കാട്ടുവള്ളി മാത്രമേ ഉള്ളൂ, വൃക്ഷം കാണില്ല. എന്നാൽ നടുക്ക് നിൽക്കുന്ന വൃക്ഷം നല്ലതാണ്. കാട്ടുവള്ളി ശരിയല്ല.